വനവാസി മേഖലയിലെ വികസനത്തിന് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. അട്ടപ്പാടിയിലെ ജനതയ്ക്ക് സ്നേഹവും കരുതലും നൽകാൻ ഡോക്ടർ വി നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിഞ്ഞു. സേവന പ്രവർത്തനങ്ങളുമായി ഇനിയും ബഹുദൂരം മുന്നേറട്ടെയെന്നും മോഹനൻ കുന്നുമ്മൽ ആശംസിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ 20ാം വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ്. അദ്ദേഹം ഈ മെഡിക്കൽ മിഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തോട് ഈ മെഡിക്കൽ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദിച്ചറിയാം. സാർ, അങ്ങ് കുറേ കാലമായിട്ട് ഈ മെഡിക്കൽ മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് വിവേകാനന്ദ മെഡിക്കൽ മിഷനുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പം ഈ വനവാസി മേഖലകളിലെല്ലാം നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങ് നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. ഒന്ന് വിലയിരുത്താമോ? ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിലാണ് സ്വാമി വിവേകാനന്ദ മിഷൻ അതിൻ്റെ 20ാം വാർഷികം ആഘോഷിക്കുന്നത്. അട്ടപ്പാടിയിൽ കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ഡോക്ടർ നാരായണൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവേകാനന്ദ മിഷൻ. അട്ടപ്പാടി നമുക്കറിയാം, നമ്മുടെ ആദിവാസികൾ കേരളത്തിലെ ഏറ്റവും അധികം ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത് അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാട് ആണെന്നാണ്. കണക്കുകൾ പറയുന്നത് 37,000 കോടി രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അതൊന്നും തന്നെ അവിടെ കാണാനില്ല. ആ സമയത്താണ് ഒറ്റയ്ക്ക് നിശബ്ദനായി അട്ടപ്പാടിയിലുള്ള ജനങ്ങൾക്ക് സ്നേഹം നൽകാൻ, സേവനം നൽകാൻ, കരുതൽ നൽകാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം പീഡിയാട്രിക്സിൽ ഉപരിവിദ്യാഭ്യാസവും നേടിയ നാരായണൻ അവിടെ എത്തുന്നത്. വളരെ നിശബ്ദമായി അദ്ദേഹം പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് അവിടെ ഒരുപാട് ആളുകളുടെ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആശുപത്രി മാത്രമല്ല അദ്ദേഹം അവിടെ നടത്തുന്നത്, അതുകൂടാതെ അവിടെ സ്കൂൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസം. നമ്മുടെ സർക്കാരുകളും മറ്റുമൊക്കെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നാരായണന്റെ സ്കൂളിലാണ് കൃത്യമായ വിദ്യാഭ്യാസം നടക്കുന്നത്. അതുപോലെ തന്നെ ആദിവാസികൾക്ക് കൃഷി പഠിപ്പിക്കുന്നുണ്ട്. അവർ കൃഷിയിൽ വളരെ മികച്ചവരാണ്. പക്ഷേ അവരുടെ കൃഷിയെ നമ്മൾ നശിപ്പിച്ചിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത കൃഷിയായിരുന്നു അവിടെ നടത്തിയിരുന്നത്. നാരായണൻ ആദിവാസികളെ അവരുടേതായ മാർഗത്തിലോട്ട് തിരിച്ചുവിടുന്നു. ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നു, അവരുടെ മില്ലറ്റ്സ് കൃഷി ചെയ്യാൻ അവരെ അനുവദിക്കുന്നു, കൈത്തൊഴിലുകൾ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ സമഗ്രമായ വികസനമാണ് ഡോക്ടർ നാരായണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇതിവിടെ ആഘോഷിക്കുന്നത് നാരായണന്റെ നേതൃത്വത്തിലുള്ള വിജയത്തെ മാത്രമല്ല, ഭാരതമെമ്പാടും ഇതുപോലെയുള്ള ഡോക്ടർ നാരായണന്മാർ ഉണ്ടാകണമെന്നും അതിനുള്ള ആളുകൾക്ക് പ്രചോദനം നൽകാനുമാണ് ഈ വിജയത്തിന്റെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. 2047 ഭാരതം, സ്വതന്ത്ര ഭാരതം 100 വർഷത്തിലെത്തുമ്പോൾ, ഭാരതം മുഴുവൻ വികസിക്കുമ്പോൾ ആ വികസനം എല്ലാ മേഖലകളിലും എത്തണം. എല്ലാ മേഖലകളിലും എത്തണമെങ്കിൽ അട്ടപ്പാടി പോലെയുള്ള ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവിടെയൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടപ്പാക്കേണ്ടതുണ്ട്. അത് സേവന പ്രവർത്തനം തന്നെയായിരിക്കണം. ഗവൺമെന്റുകൾക്ക് ഒരിക്കലും ഇതൊന്നും ശരിയാക്കാൻ പറ്റുകയില്ല എന്ന് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിന്റെ 20ാം വാർഷികം ആഘോഷിക്കുന്നത് ഇന്ത്യ മുഴുവൻ ധാരാളം ഡോക്ടർ നാരായണന്മാർ ഉണ്ടാകാനാണ്. അത് ഉണ്ടാവുകയും ചെയ്യും എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. കൃത്യമായ രീതിയിൽ പദ്ധതിയോടുകൂടിയുള്ള ആവിഷ്കരണം ഉണ്ടാകാത്തതാണ് ഇതിനൊരു ഇത്തരം വികസനങ്ങൾ അവിടെ നടക്കാതെ പോകുന്നത്. അങ്ങനെ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, മസാല ദോശയുമായി ബന്ധപ്പെട്ട് ഉദാഹരണം പറയുന്നു. അതായത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ പരാജയപ്പെട്ടു പോകുന്നതാണോ ഈ മേഖല ഇങ്ങനെ അതപ്പതിച്ച് പോകാനുള്ള കാരണമായിട്ട് അങ്ങ് വിലയിരുത്തുന്നത്? ഒന്നാമത്, അവരെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ വിചാരം അവർ നമ്മളെക്കാളും വളരെ താഴെയുള്ള ആളുകളാണ് എന്നാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തമായ സംസ്കാരത്തോടുകൂടി ജീവിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ വനവാസികൾ. അവരുടെ സംസ്കാരം മുഴുവൻ നശിപ്പിച്ചിട്ട് നമ്മളുടേത് ശരിയെന്ന് തോന്നുന്ന സംസ്കാരത്തെ അവരെ അടിച്ചേൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും അവരത് ഉൾക്കൊള്ളില്ല. അതുകൂടാതെ ഇപ്പോൾ വളരെ ബോധപൂർവം നടക്കുന്നത് അവരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കുക എന്നുള്ളതാണ്. ഒരു തലമുറ മുഴുവൻ ബോധപൂർവം നശിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയേണ്ടി വരും. അപ്പോൾ അവിടെയാണ് സന്നദ്ധ സേവകരുടെ പ്രസക്തി വരുന്നത്. സന്നദ്ധ സേവനത്തിന് പോകുന്ന നാരായണനെ പോലെയുള്ള ആളുകൾ
തീർച്ചയായിട്ടും അവരുടെ വ്യക്തി താല്പര്യത്തിനല്ല, സ്വാർത്ഥ താല്പര്യത്തിനല്ല, മറിച്ച് സേവനം നൽകാനാണ്. മാനവ സേവയാണ് മാധവ സേവ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഡോക്ടർ നാരായണനെ പോലെയുള്ള ആളുകൾ. അത്തരം ആളുകൾ പ്രവർത്തിച്ചാലേ നന്മ വരികയുള്ളൂ. അല്ലാതെ കിട്ടുന്ന പണം വാങ്ങി പോക്കറ്റിലിടുകയും പത്രത്തിൽ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നാൽ ഒരു കാലത്തും ഈ പ്രദേശങ്ങൾ രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ നാരായണനെ പോലെയുള്ള ആളുകൾ ഉണ്ടാവണം, ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്തരം മാനവസേവയെ മാധവസേവയാക്കി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാകണം അല്ലേ ഈ 20 കൊല്ലം വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ, മനസ്സിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മാനവസേവ മാധവസേവയാണ് എന്ന് വിചാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളത് ഏറ്റെടുക്കും. ഒരു നാരായണൻ മാത്രം വിചാരിച്ചാൽ അട്ടപ്പാടിയിൽ ഈ വികസനം വരില്ല. നാരായണനെ അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആദിവാസികൾ അവർക്ക് കിട്ടിയ സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ്. അവർ ഒരുമിച്ചാണ് വികസിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുമിച്ചുള്ള വികസനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. അതുണ്ടാവുകയും ചെയ്യും. എന്തായാലും വളരെ നന്ദി. ഈ മെഡിക്കൽ മിഷന്റെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്തായാലും 20ാം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ് മെഡിക്കൽ മിഷന്റെ ഈ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്പൽ.